Hi dears, welcome back. Deepavali ഇങ്ങെത്തിയല്ലേ? ദീപാവലി സ്പെഷ്യൽ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൈദ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബർഫിയാണ്. വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രം മതി, അധികം ചേരുവകളുടെ ആവശ്യമില്ല. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 കപ്പിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. ഇനി ഈ നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കണം. തീ ഇപ്പോൾ സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിലാണ് ഇട്ടിരിക്കുന്നത്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 കളറുള്ള ബർഫിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് 1 കപ്പ് മൈദ എടുത്തത്. തീ സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. തീ കൂട്ടിയിടരുത്. ഇനി മൈദ നെയ്യിൽ കിടന്നിട്ട് ആ പച്ച മണമൊക്കെ അങ്ങ് മാറി വരണം. മൈദ ബർഫി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ നെയ്യിലിട്ടിട്ട് നല്ല പോലെ മൈദ വറുത്തെടുക്കണം. അല്ലെങ്കിൽ മൈദയുടെ ഒരു ടേസ്റ്റ് കാണും ബർഫിക്ക്. അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യിലിട്ടിട്ട് വറുക്കുന്നത്. തീ കൂട്ടിയിടുകയും ചെയ്യരുത്, എന്നാലും മൈദ കരിഞ്ഞു പോവും. 2 മിനിറ്റ് ചെറുതീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മൈദയുടെ കളറ് മാറാനും പാടില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് 2 കളറിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പകുതി പകുതിയാക്കി എടുക്കണം. ഒരു തവിയോ വല്ലതും വെച്ചിട്ട് അളന്നെടുത്താൽ മതി. ഇനി 1 കളർ ബർഫിക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരണം. നമുക്കിത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കേണ്ടത്. ഒരു നൂൽ പരുവം ആവുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. അതിനേക്കാളും ചൂടാക്കിയാൽ 2 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി പോവും. എന്നാലും നമ്മുടെ ബർഫി ശരിയായി വരില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതൊന്നും നന്നായിട്ട് തിളച്ചു വരും. പിന്നെ ഇതിൻ്റെ കളറും ഒന്ന് നല്ല വെള്ള കളറായി തുടങ്ങും. ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെക്ക് ചെയ്യാൻ. നല്ല ചൂടായിരിക്കും പഞ്ചസാര പാനി. കണ്ടോ ഷുഗർ സിറപ്പിൻ്റെ കളറ് മാറി വന്നത്? ഈ സമയത്ത് നമ്മൾ കുറച്ചെടുത്തിട്ട് 2 വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ അതാവുണ്ടോ ഒരു നൂല് പോലെ ആയി വന്നത്. ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ ചൂടാക്കാൻ പാടില്ല. ഇനി നമ്മൾ താമസിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം. നമുക്കിതിലോട്ട് കളർ ചേർത്ത് കൊടുക്കാം. കളർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 കളർ ബർഫിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പിന്നെ ചേർക്കുന്നത് ഏലക്കയുടെ പൊടിയാണ്. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ മൈദയും നെയ്യും കൂടെ ഉള്ളതിൻ്റെ പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് വേറെ കളറിന് വേണ്ടിയിട്ട് എടുക്കാം. ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തീ ഓൺ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ കൂട്ടിയിടണ്ട, മീഡിയത്തിൽ ഇട്ടാൽ മതി. ഇത് വറ്റിപ്പോവാൻ പാടില്ല. ഒന്ന് മിക്സായി വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. കൂടുതൽ വറ്റിച്ചെടുത്താൽ ബർഫി ഭയങ്കര ഹാർഡായിരിക്കും. മിക്സായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ നല്ലവണ്ണം ഒഴുകി വീഴണം. അല്ലാതെ ഇങ്ങനെ കട്ടി പിടിച്ചിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർ പേപ്പറും വച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുത്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്ന ട്രേ കുറച്ച് ചെറുതാണ്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടെ വലിയൊരു ട്രേയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം കുറച്ചും കൂടെ കട്ടി കുറഞ്ഞിട്ടുള്ള ബർഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ ട്രേ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് 2ാമത്തെ കളറിനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. നേരത്തെ പോലെ തന്നെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. നേരത്തെ പോലെ തന്നെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി വരണം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിലോട്ട് ഞാൻ വാനില എസൻസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2ലും വാനില എസൻസ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ബാക്കിയിരിക്കുന്ന പകുതി മൈദയും ഗീയും കൂടെ വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മറ്റതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റായി തുടങ്ങും. ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. ബട്ടർ പേപ്പർ മാറ്റാം. അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബർഫിയാണിത്. മൈദ ഒട്ടും കരിയാതെ നല്ലപോലെ വറുത്തെടുക്കുക. പഞ്ചസാര പാനി കാച്ചി എടുക്കുമ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ പാനി കാച്ചി എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.